പ്രൈസ് ലോർഡ്. പ്രൈസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടി ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു. പ്രത്യേകാൽ ഇന്ന് വെള്ളിയാഴ്ച രാത്രി ഉപവാസ പ്രാർത്ഥന 9ാമത്തെ ദിവസം രാത്രിയിലും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരം നൽകിയല്ലോ. രാജ്യത്തിൻ്റെ വിവിധ കോണുകളിലിരുന്ന് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ പ്രൈസർ ഫാമിലിയുടെയോടൊപ്പം ആയിരിക്കുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്, ഒത്തിരി സഹോദരന്മാരുണ്ട്. നീറുന്ന ഹൃദയത്തോടുകൂടെ ഒത്തിരി പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രാജ്യത്തിൻ്റെ അമേൻ ഹാലിയ കോണുകളിലിരുന്ന് പ്രൈസർ ഫാമിലിയോടൊപ്പം കരയുന്ന ഓരോ മക്കളെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. അവരുടെ വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി നൽകട്ടെ. ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ ആമേൻ ഹാലലൂയ. ആ കുടുംബങ്ങൾക്കകത്തും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും കർത്താവ് ചെയ്യട്ടെ. ഹാലലൂയ. പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മുടെ ആമേൻ ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളുടേത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ക്രമീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഉപവാസ പ്രാർത്ഥനയെ പ്രയോജനപ്പെടുത്തുക. കർത്താവ് വലിയ അത്ഭുതങ്ങളെ നിങ്ങളുടെ ഇടയിൽ ചെയ്യുന്നതിന് കാരണമാക്കി തീർക്കും. നമ്മുടെ ദൈവം ആമേൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാണ്. ഹാലലൂയ. സ്തോത്രം. നമ്മുടെ കഷ്ടതകളെ മാറ്റുന്ന ദൈവം, നമ്മുടെ വേദനകളെ മാറ്റുന്ന ദൈവം, നമ്മുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും മാറ്റി നമ്മളെ നന്നായി അറിയുന്ന ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ മതിയായവനാണ്. ഇന്ന് രാത്രിയിലും അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഫെബ്രുവരിയിൽ നടത്താൻ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു സഹോദരി പ്രേക്ഷർ ഫാമിലിക്ക് തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായി. തനിക്ക് ആമേൻ സിവിൽ ഐ ഡി അടിക്കുവാൻ കഴിയാതെ വളരെ ഭാരത്തോടുകൂടെ നിരാശയോടുകൂടെ പ്രിയ സഹോദരിയായിരുന്നു. കഴിഞ്ഞ ദിവസത്തിൽ ആമേൻ ഹാലലൂയ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പേ തനിക്ക് ആ സിവിൽ ഐ ഡി അടിച്ച് ലഭിക്കുവാനിടയായി തീർന്നു. താൻ പ്രൈവറ്റായിട്ടൊക്കെ ആമേൻ രഹസ്യത്തിൽ ജോലിക്ക് പൊക്കൊണ്ടിരുന്നു. പക്ഷേ സാലറി കിട്ടുമ്പോൾ അത് അയക്കുവാൻ കഴിയത്തില്ല. സിവിൽ ഐ ഡി ഇല്ലാത്തത് കാരണം പലപ്പോഴും തൻ്റെ കൂട്ടുകാരോടൊക്കെ കൊടുക്കുമ്പോൾ പലപ്പോഴും പറ്റിക്കപ്പെടുന്നു. അങ്ങനെ നീറുന്ന ഹൃദയത്തോടുകൂടെ ആ സഹോദരിയായിരുന്നു. ഹാലലൂയ. ഈ ദിവസങ്ങൾ അത് അടിച്ച് ലഭിക്കുവാനിടയായി. സ്വർഗത്തിലെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ഹാലലൂയ. ഇന്ന് രാത്രിയിലും ഒരുമിച്ച് ഉപവാസ പ്രാർത്ഥന 9ാമത്തെ ദിവസവും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചായിരിക്കുന്ന കുടുംബം ഇന്ന് രാത്രിയിൽ നമ്മൾ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കുമെങ്കിൽ ഹാലലൂയ, പ്രത്യാശയോടെ പ്രാർത്ഥിക്കുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഹാലലൂയ ആ കുടുംബത്തിനകത്ത് വലിയ ദൈവപ്രവർത്തി കർത്താവ് ചെയ്യട്ടെ. ഇന്ന് രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഉപവാസ പ്രാർത്ഥന 9ാമത്തെ ദിവസവും കർത്താവ് മധ്യസ്ഥതയോടെ പ്രാർത്ഥനയോടെ പ്രാർത്ഥന ക്രമീകരിച്ച് അപ്പൻ്റെ സന്നിധിയിലായിരിക്കുന്ന കുടുംബം കർത്താവ് അങ്ങ് മാനിക്കണം. ഏതൊക്കെ വിഷയത്തിൻ്റെ മധ്യ തകർന്നു നുറുങ്ങി വേദനയോടെ ആയിരിക്കുന്നുവെന്ന് സ്വർഗത്തിലെ അപ്പനങ്ങ് നന്നായി അറിയുന്ന കൃപയ്ക്കായി സ്തോത്രം. വഴികൾ വാതിലുകൾ തുറന്നു കൊടുക്കണം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്ത കരത്തെ കർത്താവ് സമർത്ഥമായി അപ്പാ ഉയരങ്ങളിലേക്ക് കർത്താവ് അങ്ങ് മാനിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഇന്ന് രാത്രിയിൽ അപ്പാ ദൈവമേ വെള്ളിയാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന എല്ലാ വിഷയങ്ങൾക്കും വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണല്ലോ കർത്താവേ. ഇന്ന് രാത്രിയിലും സ്വന്തമായി ഭവനമില്ലാതെ കരയുന്ന ഒത്തിരി പേരുണ്ട്. അപ്പാ സ്വന്തമായ ഒരു ഭവനം എന്ന വാക്തത്വത്തിന് വേണ്ടി സ്വന്തം ഭവനത്തിൽ എനിക്ക് കയറി കിടക്കുവാനുള്ള ഭാഗ്യം കിട്ടുമോ അങ്ങനെ കരയുന്ന ഒത്തിരി പേരുണ്ട്. ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാട്ടെ. സ്വന്തമായ ഭവനം എന്ന വാക്തത്വം സ്വന്തം ഭവനങ്ങൾ പാങ്ങട്ടെ, സ്വന്തം ഭവനങ്ങൾ പണിയട്ടെ, സ്വന്തം ഭവനങ്ങളിൽ പാർക്കട്ടെ. ആ തടസ്സങ്ങൾ മാറട്ടെ. ഭവനത്തിൻ്റെ പണികൾ തുടങ്ങി പൂർത്തീകരിക്കാൻ കഴിയാതെ വണ്ണമായിരിക്കുന്നവരുടെ സ്വർഗത്തിലെ അപ്പനെ ഈ ദിവസങ്ങളിൽ അപ്പാ അനുഗ്രഹിക്കപ്പെട്ട പൂർത്തീകരണം സംഭവിക്കട്ടെ. നന്മകൾക്ക് വിരോധമായി തടയിട്ട് വ്യാപരിക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. വിവാഹപ്രായമായ ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ അപ്പനെ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ബന്ധങ്ങൾ, നല്ല വിവാഹാലോചനകൾ കടന്നു വരട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വിവാഹങ്ങൾ നടക്കട്ടെ. ആ തടസ്സം മാറിപ്പോകട്ടെ. ദൈവപ്രവൃത്തിക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. സ്വർഗമേ നീ അങ്ങ് വൻ കാര്യങ്ങൾ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്ര. അപ്പാ പുനർവിവാഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. കർത്താവേ നീ അങ്ങ് വഴികളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങ് വൻ കാര്യങ്ങൾ ചെയ്യണമേ അപ്പാ. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ജീവിതങ്ങൾ അപ്പാ നല്ല ഭാവികളിലേക്ക് തലമുറകൾ പ്രവേശിക്കട്ടെ. കർത്താവ് വിവാഹം കഴിഞ്ഞിട്ട് ഒത്തിരി വർഷങ്ങളായി ഒരു ഉദരഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ പലപ്പോഴും ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് പരാജയപ്പെട്ടു പോയി. ഇനി ആശ്രയിപ്പാൻ ആരുമില്ല. സകല മനുഷ്യരിലും ആശ്രയം വെച്ചു, സകല വൈദ്യശാസ്ത്രത്തിലും ആശ്രയം വെച്ചു, സകല നന്മകളും നഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി എനിക്കൊരു ഉദരഫലം കിട്ടുമോ അങ്ങനെ നിരാശയോടെ വേദനയോടെ ആയിരിക്കുന്നവർ സ്വർഗമേ ഉപവാസ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ വലിയ വിടുതലിൻ്റെ സാക്ഷ്യം എഴുന്നേൽക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലം എന്ന വാക്തത്വം അവരുടെ ഉദരത്തിൽ കർത്താവ് അങ്ങ് നൽകി മാനിക്കണം. ആ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. ആ വെല്ലുവിളികൾ മാറിപ്പോകട്ടെ. ദിവസങ്ങൾ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന അപ്പച്ച ആ കുടുംബങ്ങളുടെ മേൽ ഉദരഫലം ഇല്ലാത്ത കുടുംബങ്ങൾക്കകത്ത് അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലം എന്ന വാക്തത്വം നൽകണം. കുടുംബജീവിതങ്ങളിൽ പ്രവേശിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതങ്ങൾക്കകത്ത് സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ വണ്ണം ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ കലക്കമിടുന്ന വൈശാചിക ബന്ധനങ്ങൾ, പരസ്പരം സ്നേഹിക്കുവാൻ കഴിയുന്നില്ല,
പരസ്പരം നോക്കുവാൻ കഴിയുന്നില്ല. കലക്കി മറിക്കുന്ന പൈശാചിക ബന്ധനങ്ങൾ, പൈശാചിക പോരുകൾ, ജുഡമന ഹതരഘടക ശംദന അതരം ധരേത ഗൽഘടകരകതന ഘടക വൈഡപ്രൗഢവന ദീപപ്രൗഢ ശംദാരകന അന്തലഘടകം ദുരകജനഘടക ശംദനാരകൽ ഘടക. യേശുവിൻ്റെ നാമത്തിൽ കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ അപ്പാ. കലക്കുന്ന എല്ലാ സംസാരങ്ങളും അഴിഞ്ഞു മാറട്ടെ. ഡിവോഴ്സിൻ്റെ വക്കോളം എത്തി നിൽക്കുന്ന കേസുകൾ യേശുവിൻ്റെ നാമത്തിൽ അപ്പാ പുറത്തു കൊണ്ടുവരണമേ അപ്പാ. യേശുവേ, മദ്യപാനികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മദ്യത്തിലും വ്യഭിചാര ബന്ധനങ്ങളിലും മയക്കുമരുന്നിൽ അടിമപ്പെട്ടു പോയ തലമുറകൾ മാനസാന്തരപ്പെടട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. തടസ്സമായി നിൽക്കുന്ന എതിരുകൾ, വൈരികൾ, പോരുകൾ അഴിഞ്ഞു മാറട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടബാധ്യത അനുഭവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ. എല്ലാ കടബാധ്യതകളും മാറട്ടെ, എല്ലാ ഞെരുക്കങ്ങളും ഇല്ലായ്മകളും മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കടബാധ്യത മാറിപ്പോകട്ടെ, അത് അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ അപ്പാ കർത്താവേ. ബാങ്ക് ലോണുകളുണ്ട്, ജപ്തിയുടെ വക്കോളം എത്തി നിൽക്കുന്ന ബാങ്ക് ലോണുകൾ, ചിട്ടികളപ്പാ യേശുവേ. പലിശക്കടങ്ങൾ മാറിപ്പോകട്ടെ. കടബാധ്യത മൂലം വസ്തുക്കൾ, ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അതേ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ. ആ തടസ്സം മാറിപ്പോകട്ടെ. കടന്നു വരുന്ന കച്ചവടക്കാരെ ഛന്നാഭിന്നമാക്കി കലക്കി മറിക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങൾ, എല്ലാ പൈശാചിക പോരുകളും അഴിഞ്ഞു മാറട്ടെ. സ്വർഗത്തിലെ ദൈവ അത്ഭുതത്തെ പ്രവർത്തിക്കുന്ന അപ്പോൾ ആ തടസ്സം മാറിപ്പോകട്ടെ, തടസ്സം മാറിപ്പോകട്ടെ, തടസ്സം മാറിപ്പോകട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പോൾ ആ തലമുറകളെ ഓർത്ത് കരയുന്നവരുണ്ട് അപ്പോൾ ആ മക്കളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത്, ഭാവിയെ ഓർത്ത്, ജോലിയെ ഓർത്ത്, ആരോഗ്യത്തെ ഓർത്ത്, രോഗത്തെ ഓർത്ത്, മക്കളുടെ കുടുംബ ജീവിതങ്ങളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ, അനുസരണം കേട്ട തലമുറകളെ മാനസാന്തരപ്പെടുത്തുവാൻ കരയുന്ന മാതാപിതാക്കൾ, ദൈവപ്രവൃത്തി വെളിപ്പെടണമേ. രോഗികളാൽ ഭാരപ്പെടുന്നവരുടെ മേൽ ഇന്ന് രാത്രി അങ്ങയുടെ കരം ചലിക്കട്ടെ. രോഗാതുരമായ നാഡികൾ, നരമ്പുകൾ, അസ്ഥികൾ, മാംസങ്ങൾ ഇന്ന് രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ. പച്ചാ ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിദേശത്തും സ്വദേശത്തും അനുഗ്രഹിക്കപ്പെട്ട തൊഴിൽ മേഖലകളെ നൽകി അപ്പനങ്ങ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ആ കണ്ണുനീരോടുകൂടെ, ദുഃഖത്തോടെ, ഭാരത്തോടെ, ഉപവാസത്തിന്റെ 9ാമത്തെ ദിവസം രാത്രിയിലും പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങൾക്ക് കർത്താവങ്ങ് മറുപടി നൽകും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി ഭാരപ്പെട്ടായിരിക്കുന്ന നാമിലേക്ക് നിങ്ങൾ വിളിക്കുക. വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഇതാണെങ്കിൽ നിങ്ങളുടെ പേര്, സ്ഥലം, പ്രാർത്ഥന ആവശ്യം വാട്സപ്പിൽ മെസ്സേജ് ഏറ്റെടുക്കുക. എല്ലാ വെള്ളിയാഴ്ചകൾ നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. രാവിലെ 11:30 മണി മുതൽ 1 മണി വരെ ലൈവിൽ കമന്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞായറാഴ്ചകളും അനുഗ്രഹിക്കപ്പെട്ട സമാരാധനയുണ്ട്. രാവിലെ 10 മണി മുതൽ 12 മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കുവാനായി തരും. നിങ്ങൾ തിരുവനന്തപുരം ഭാഗത്തു നിന്ന് കടന്നു വരുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങൾ കിഴക്കേക്കോട്ടയിൽ വന്നിട്ട് 2 ബസ്സുണ്ട്. ഒന്ന് കാക്കാമൂല വഴി പോകുന്ന പെരിങ്ങമല ബസ്, തിരുവല്ലം കാർഷിക കോളേജ് കാക്കാമൂല വഴി പോകുന്ന പെരിങ്ങമല ബസ്സിൽ കയറി കാക്കാമൂല ജംഗ്ഷനിൽ ഇറങ്ങുക. രണ്ടാമത്തെ ബസ് തിരുവനന്തപുരം ഭാഗത്തു നിന്ന് വരുന്നവർക്ക് കിഴക്കേക്കോട്ട വന്നിട്ട് തിരുവല്ലം കാർഷിക കോളേജ് വഴി നെയ്യാറ്റിങ്കര പോകുന്ന ബസ്സിൽ കയറി കാക്കാമൂല ജംഗ്ഷനിലേക്ക് ഇറങ്ങുക. നെയ്യാറ്റിങ്കര ഭാഗത്തു നിന്ന് വരുന്നവർ നെയ്യാറ്റിങ്കര ബസ് സ്റ്റാൻഡിൽ നിന്നും കാർഷിക കോളേജ് തിരുവല്ലം വഴി പോകുന്ന കിഴക്കേക്കോട്ട ബസ്സിൽ കയറി കാക്കാമൂല ജംഗ്ഷനിൽ ഇറങ്ങുക. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.